ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്ന റെസിപ്പി ഒരു മുന്തിരിങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. പച്ച മുന്തിരിങ്ങ കൊണ്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഈ അച്ചാർ. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഈ അച്ചാർ കഴിക്കാൻ കഴിയും. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ഗ്രേപ്സ് നല്ല വലുതായത് കാരണം ഇത് 3 മുറിച്ചെടുക്കാം. കൂടുതൽ ചെറുതായിട്ട് മുറിക്കണ്ട, ഇതേപോലെ ഒരു മീഡിയം സൈസായിട്ട് മുറിച്ചെടുക്കാം. അച്ചാറിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതിൽ 2 ടേബിൾ സ്പൂൺ കാണും, ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം 2 ടേബിൾ സ്പൂണായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഒരു വലിയൊരു പീസ് ചെറുതായും മുറിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പൊതുവെ എല്ലാവരും അച്ചാറിന് നല്ലെണ്ണയാണല്ലോ. അത് ആകുമ്പോൾ കൂടുതൽ ദിവസം അച്ചാർ നിൽക്കുക. നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ് നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് കടു ഇട്ടാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, മറ്റുള്ളതെല്ലാം ചേർക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇത് 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കാം. ഉലുവ പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. കുറച്ച് കായപ്പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് തണുപ്പിച്ച വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വിനിഗറും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഗ്രേപ്സ് ചേർക്കാം. ഗ്രേപ്സ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വേവിച്ചെടുക്കാൻ പാടില്ല. ആകെ 1 മിനിറ്റ്, 1.5 മിനിറ്റ് മാത്രമേ ഇതാക്കാൻ പാടുള്ളൂ, വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുക. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം നല്ല ബാലൻസ് ആയിട്ട് കിട്ടും. അച്ചാറ് ആയിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ കുറച്ച് അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം വരും. കൂടുതൽ അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ വെള്ളം ഒഴിക്കരുത് എന്നുള്ളത്. നന്നായി എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ അറിയാം ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെന്തതേ ഉള്ളൂ, കൂടുതൽ വെന്തിട്ടില്ല. ഒന്ന് വർഷങ്ങൾ വെന്തിട്ടുണ്ട്. ശരി, മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മുന്തിരിങ്ങ അച്ചാറിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ല പുളിയും കുറച്ച് മധുരവും അങ്ങനെ തന്നെ നല്ല എരിവും കൂടിയിട്ടില്ല നല്ലൊരു ടേസ്റ്റുള്ള അച്ചാറാണ് ഇത്. അച്ചാർ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇത് തണുത്തതിന് ശേഷം ബോട്ടിലിൽ ഒഴിച്ചു വെക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ അച്ചാർ. നല്ലൊരു ടേസ്റ്റും അല്ല, ഒരു വെറൈറ്റിയും ആണ്, നല്ലൊരു ടേസ്റ്റും ആണ്. അതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കാം. എത്ര ദിവസം വേണ്ടെങ്കിലും ഇത് നിൽക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഈ മുന്തിരി അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.